യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വയനാട്ടിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായിരിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വയനാട്ടിൽ നിന്നും ഷിബു നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഷിബു, സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഷേധമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വയനാട്ടിലും പ്രതിഷേധമുണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ കൽപ്പറ്റയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചിനെ 12:00 മാർച്ച് ആരംഭിച്ചത്. നഗരത്തിൽ നിന്ന് DCC ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് SP ഓഫീസിന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. ബാരിക്കേഡിന് മുകളിൽ കുറെ പേർ കയറി നിന്നു. അതിനുശേഷം ബാരിക്കേഡ് മറികടന്ന് SP ഓഫീസിലേക്ക് പാഞ്ഞെടുക്കാൻ നോക്കി. ഈ സമയം പുറത്തുനിന്ന പോലീസുകാർ ഇവരെ തടയുകയായിരുന്നു. ഇവർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ഇതിനോടകം പിടികൂടി പോലീസ് വാനിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് വാനിൽ ഇവരെ കയറ്റാൻ ശ്രമിച്ചതോടുകൂടി മറ്റ് പ്രവർത്തകർ ഓടിയെത്തി ഇവരെ മോചിപ്പിക്കണമെന്ന് വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ തമ്മിൽ വാക്കുതർക്കവും പിന്നീട് നേരിയ സംഘർഷവും ഉണ്ടായി. ഈ സംഘർഷത്തിൽ ഹർഷൽ കോന്നാടൻ എന്ന യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവിന് മർദ്ദനമേറ്റതായി പോലീസ് മർദ്ദിച്ചതായി ആരോപണമുയർന്നു. വീണ്ടും ഇവർ തമ്മിൽ സംഘർഷമുണ്ടായി. ഒരു കൂട്ടർ ബാരിക്കേഡിന് അപ്പുറവും മറ്റൊരു കൂട്ടർ ബാരിക്കേഡിന് ഇപ്പുറവും 2 സ്ഥലത്തും പോലീസുമായി ഏറെ നേരം സംഘർഷമുണ്ടായി. ഈ സമയത്ത് പോലീസുമായി വാക്കേറ്റവും ഉണ്ടായി. കൽപ്പറ്റ DYSP TN സജീവിന്റെ നേതൃത്വത്തിൽ ജില്ലാ സൈബർ പോലീസ് SHO ഷജു ജോസഫിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. 100ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു മാർച്ചിൽ പങ്കെടുത്തത്. പിന്നീട് സംഘർഷത്തെ തുടർന്ന് IC ബാലകൃഷ്ണൻ MLA, INDUC വയനാട് ജില്ലാ പ്രസിഡന്റ് PP അലിവർ എന്നിവർ സ്ഥലത്തെത്തി പോലീസുമായി ചർച്ച നടത്തി. ഇപ്പോൾ സമരത്തിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. IC ബാലകൃഷ്ണൻ MLA ആണ് സമരം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പിണറായി സർക്കാർ അമ്പെ പരാജയമാണെന്നും ഈ പരാജയം മറച്ചുവെക്കാനാണ് സമരം ഈ പോലീസ് തങ്ങളെ മർദ്ദിക്കുന്നതെന്നും ആരോപിച്ച് ഇദ്ദേഹം ആരോപിച്ചു. അതുകൂടാതെ തന്നെ ഒരു വിഭാഗം DYFI CPM പ്രവർത്തകരും പിണറായിക്കെതിരാണ്, പോലീസിലെ ഒരു വിഭാഗവും പിണറായിക്കെതിരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ച് കേരളത്തിലുടനീളം സംഘർഷം ഉണ്ടാക്കുന്നതെന്നും IC ബാലകൃഷ്ണൻ MLA ആരോപിച്ചു. ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരിച്ച നാട്ടിലാണ്, ജനസമ്പർക്ക പരിപാടി അടക്കം വിജയിച്ച ഒരു നാട്ടിലാണ്, അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് വധശ്രമത്തിന് ശ്രമിച്ച ഒരു നാട്ടിലാണ് ഇവിടെ കരിങ്കൊടി മാത്രം കാണിക്കുമ്പോൾ തന്നെ നവകേരള സദസ്സിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്നതെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടർ ബാരിക്കേഡിന് അപ്പുറവും മറ്റൊരു കൂട്ടർ ബാരിക്കേഡിന് ഇപ്പുറത്തുമാണ് ഉള്ളത്. പോലീസുമായി ചർച്ച നടത്തിയ ശേഷം പ്രവർത്തകർ അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത. ശ്രുതി, വ്യക്തമാണ്. വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് സമരത്തിനിടെ സംഘർഷമുണ്ടായിരിക്കുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. പിണറായി സർക്കാർ അമ്പെ പരാജയമാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. ഇത് മറച്ചുവെക്കാനാണ് ഇത്തരം നടപടികളിലേക്ക് നീങ്ങുന്നതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. വിശദാംശങ്ങളാണ് വയനാട്ടിൽ നിന്നും ഷിബു നൽകിയത്.